Hello, Namaskaram. Welcome back to our channel. So, Thalapathy Vijay. There are so many jackals and other animals in the forest, but there will be only one lion. പുള്ളിക്കാരൻ്റെ ഒരു സിനിമ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേപോലെയായിരുന്നു വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ പ്രവേശനവും അതിൽ നിന്ന് ഇപ്പം CMന്റെ പടിപ്പര വരെ നിൽക്കുന്ന സ്റ്റേജ്. പലരും ഈ ഇലക്ഷന് മുമ്പ് ഈവൻ നമ്മുടെ നാട്ടിൽ പോലും വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവരുടെ പാർട്ടി TMK എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊന്നും ആരും പ്രതീക്ഷിച്ചതല്ല. കമലഹാസനൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് ഉണ്ടായെന്ന് നിങ്ങൾ കണ്ടാണ്. കമലഹാസൻ വന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഞാൻ വിജയിക്കും, ഞാൻ മതി, എൻ്റെ ഒരു പേര് മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് കമലഹാസൻ വരുന്നത്. അതൊക്കെ അങ്ങോട്ട് തള്ളി അവർ മാറ്റി നിർത്തി. MGRന്റെ പോലെയൊന്നും ജയലളിതയുടെ പോലെയൊന്നും ആ ഒരു ഗ്രിപ്പ് എടുക്കാനായിട്ട് പിന്നീട് വന്ന ഒരു ആക്ടേഴ്സിനും നടന്നിട്ടില്ല. വിജയകാന്ത് ഒക്കെ ഒരു കോമഡി പീസ് പോലെ ആയിപ്പോയായിരുന്നു. വിജയ് വന്ന സമയത്തും പലരും അങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യം വിചാരിച്ചത്. എന്നാൽ 108 സീറ്റ് ഉൾപ്പെടെ വിജയ് മത്സരിച്ച 2 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 108 സീറ്റ് നേടിയിട്ട് TVK ചരിത്രം സൃഷ്ടിച്ചു. ഈ ഒരു ഇലക്ഷന് മുമ്പ് വിജയ് എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റീഷ്യൻ നടത്തിയ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ഈ തൃഷയുടെ ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. തൃഷയുടെ പേരിൽ വന്ന അലിഗേഷൻ വെച്ചിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർ അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടികളെല്ലാം അത് യൂസ് ചെയ്തുകൊണ്ട് വിജയ്ക്ക് എഗെയിൻസ്റ്റ് ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ആദ്യമൊക്കെ തള്ളി വിട്ടിരുന്ന വിജയെ ഈ ജനപിന്തുണ കണ്ടിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും ഒന്ന് പേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അവർക്ക് വീണ് കിട്ടിയ ഒരു സംഭവമായിരുന്നു. വിജയുടെ വൈഫ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നു, മകനാണെന്നുണ്ടെങ്കിൽ അൺഫോളോ ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാമിൽ, തൃശ്ശയായിട്ടുള്ള ഈ സംഭവം അത് ഇവർ എടുത്തിട്ട് അങ്ങോട്ട് വിട്ടു. അപ്പൊ ആദ്യം ഈ ഡിവോഴ്സിന് കൊടുത്ത സമയത്ത് അവർ പറഞ്ഞിരുന്നത് ഏതോ ഒരു നടിയായിട്ടുള്ള ഏതോ ഒരു ബന്ധം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ ഓപ്പോസിഷൻ പാർട്ടികളൊക്കെ നേരെ ഇത് തൃഷ എന്നുള്ള സാധനം എടുത്തിട്ട് അങ്ങോട്ട് പ്രചരണം നടത്തുക തുടങ്ങി. ഹി ഡിഡ്ന്റ് റെസ്പോണ്ട്. എന്നാൽ അവിടെ ഇവിടെയായിട്ട് ഈ മറ്റേ പ്രസംഗമൊക്കെ നടത്തുന്ന സമയത്ത് നമ്മളെ തകർക്കാൻ ഇന്ന രീതിയിൽ വേറൊരു രീതിയിൽ വൃത്തികെട്ട കളി കളിക്കുന്നു, പക്ഷേ അത് ജനങ്ങൾ തെളിയിക്കും അല്ലെ നമ്മൾ തെളിയിക്കും, മിണ്ടാതിരിക്കും എന്നുള്ള രീതിയിൽ ഇൻഡയറക്ട്ലി ആൾക്കാർക്ക് ഇൻജക്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്കെങ്കിലും വിജയ് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു അനുകമ്പ തോന്നി തുടങ്ങി. നിങ്ങൾ രാഷ്ട്രീയം കളിച്ചോളൂ, നാറിയ രാഷ്ട്രീയം കളിക്കാതിരിക്കുക. പല വാർത്തകളും വന്നപ്പോൾ അല്ലെങ്കിൽ അത് വെച്ച് പ്രചാരണം നടത്തിയപ്പോൾ ഈ തമിഴ് മക്കൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിജയുടെ പേഴ്സണൽ ലൈഫ്, ഞങ്ങൾ നോക്കുന്നത് രാഷ്ട്രീയ ലൈഫാണ്. സിനിമ നടനായതുകൊണ്ടല്ല വിജയ് ഞങ്ങൾ വിജയിപ്പിക്കുന്നത്, വിജയിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരുണ്ട്, നല്ല മനുഷ്യനുണ്ട് എന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ വിജയിപ്പിക്കുന്നത്. വിജയുടെ പേഴ്സണൽ ലൈഫ് സെപ്പറേറ്റ് ആണ് എന്നൊരു സ്റ്റാൻഡ്, ഒരു ബോൾഡ് സ്റ്റാൻഡ് തമിഴ്നാട്ടിലെ ആൾക്കാരെടുത്തു. അത് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് തന്നെയല്ല ഓപ്പോസിഷൻ പാർട്ടിയൊക്കെ വിചാരിച്ച അത് വെച്ച് വിജയെ തൂത്തുവരാമെന്നാണ്. പിന്നെ ഈ സ്റ്റാലിൻ്റെ കാര്യത്തിലാണെങ്കിലും നടന്ന കുറെ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് അതിനകത്തു നിന്നൊക്കെ ഇലക്ഷന് മുമ്പ് ചാടിപ്പോകാനുള്ള ഒരു സാഹചര്യം സ്റ്റാലിനുണ്ടായില്ല. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ജനങ്ങളെടുത്ത സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഇതാണ്. முதலமைச்சர் ஐயா MK ஸ்டாலின் அவர்கள் எங்களுக்கு படிக்கிறதுக்காக லேப்டாப் கொடுத்துருக்காரு. ரொம்ப நன்றிங்க ஐயா. இது மட்டும் இல்லை, நீங்கள் எதை கொடுத்தாலும் நாங்கள் வாங்கிப்போம். எங்கள் ஓட்டு விஜய்க்கு தான். நாங்கள் என்ன கொடுத்தாலும் நாங்கள் வாங்கிக்குவோம். நாங்கள் போடுற ஓட்டு விஜய்க்கு தான். ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇരിക്കുന്ന കാശ് എടുത്ത് വെച്ചിട്ടാണല്ലോ ഇത് സത്യത്തിൽ ഒരു ചെയ്യുന്നത്. ആരും പോക്കറ്റിൽ നിന്ന് ഫണ്ട് എടുത്ത് ചെയ്യുന്നതല്ലോ. എക്സാക്ട്ലി ആ സാധനം തന്നെ വിജയ് ഡയറക്റ്റ്ലി അങ്ങോട്ട് ഒരു പ്രസംഗത്തിൽ അങ്ങോട്ട് വിട്ടു. നിങ്ങൾ മേടിച്ചോ, നിങ്ങൾക്ക് ഇത്ര സാധനങ്ങൾ തരുന്നുണ്ട്, നിങ്ങളത് മേടിച്ചു വെച്ചോ, നിങ്ങളുടെ പൈസയാണത്. അത് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വികാരമാണ്. അതാണ് പുള്ളിക്കാരൻ നൈസായിട്ട് വിട്ടുകൊടുത്തത്. ഇപ്പം ഈ നമ്മുടെ ഈ ടോൾ ഇഷ്യൂവിന്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ പറയും നമ്മുടെ പോക്കറ്റിലെ കാശെടുത്ത് നമ്മുടെ ടാക്സ് അടയ്ക്കുന്ന പൈസ എടുത്തിട്ട് പാലം ഉണ്ടാക്കിയിട്ട് ആ പാലത്തിന്റെ അടി കൂടെ പോകാൻ നമുക്ക് എന്തിനാടാ ടോള്, നമ്മുടെ എന്തിനാടാ കാശ് മേടിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ജനവികാരം ഉണ്ടല്ലോ. അതേ സാധനം ഇത് അറിയാത്ത രീതിയിലാണ് സ്റ്റാലിൻ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വിജയ് ആ സാധനം ആൾക്കാരുടെ തലയിലോട്ട് ഇട്ട് കൊടുത്തു. റിസൾട്ട് വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഓൾ ഓവർ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ടർ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത് വിജയാണ്. MGRന്റെ കാര്യം പറയാം. പക്ഷേ ആദ്യ ഇലക്ഷനിൽ 34-35% ഒരു ഇലക്ഷന്റെ ലീഡ് നേടിയെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. MGRനൊക്കെ ആണെങ്കിൽ 16% അങ്ങനെ എന്തോ ആയിരുന്നു. ഫസ്റ്റ് ഇലക്ഷനിലാന്ന് ഓർക്കണം. നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോയി ഇതാക്കി കഴിഞ്ഞാൽ TVK എന്ന് പറയുന്ന ഒരു വലിയ ശക്തി
വ്യക്തിയായിട്ട് തമിഴ്നാട്ടിൽ വളർന്നു വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ അടുത്ത ചോദ്യം, മെയിൻ ചോദ്യം എന്ന് പറഞ്ഞാൽ വിജയ് CM ആകുമോ? ശരിക്കും വിജയ് പെട്ടിട്ടാണുള്ളത് ഒരവസ്ഥയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ. ചാടിക്കേറി ഇപ്പൊ വിജയ്ക്ക് CM ആവാൻ അല്ലെ ആ ഒരു ഇത് പറ്റത്തില്ല, സത്യപ്രതിജ്ഞ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞ പോലെ 118 സീറ്റ് വേണം. 118 സീറ്റ് വേണം ഒരു പാർട്ടിക്ക് അധികാരത്തിൽ വന്ന് അവിടത്തേക്ക് ഒരു CM-നെ കൊണ്ടുവരാനായിട്ട് തമിഴ്നാട്ടിൽ. 118 എണ്ണത്തിൽ വിജയ്ക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 108 സീറ്റാണ്. ഈ 108 സീറ്റിൽ ഇനി വേണ്ടത് 10 സീറ്റാണ്. ടു ബി ഓണസ്റ്റ് 11 സീറ്റ് വേണം. അതായത് 11 സീറ്റ് എന്ന് പറഞ്ഞാൽ 119 സീറ്റ് വേണം. അതെന്താന്ന് വെച്ചാൽ ഈ 118 സീറ്റ് കഴിഞ്ഞ് 118 സീറ്റിൽ അധികാരമാക്കി കഴിഞ്ഞാൽ അതിൽ ഒരാൾ ഈ 118 ഒരു സീറ്റ് നേരെ ഗവർണറിലേക്ക് പോകും. അപ്പൊ വീണ്ടും 117 ആവും. 117 ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാ പാർട്ടികളും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്കും 117. ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ 118 ആണെങ്കിൽ. പക്ഷെ ഇതാവുക എന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയ കോമഡിയാണ്. സ്റ്റാലിനെ എൻ്റെ തമ്പി ഏൻ നെഞ്ചിൽ കുടിയിരിക്കും തമ്പി എന്നൊക്കെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. അത് ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം. My brother Stalin, I don't call any other politician brother. നൈസായിട്ട് കുതികാൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ ബായിക്ക് എന്നുള്ള രീതിയിലായിപ്പോയി കാര്യങ്ങൾ. വിജയ് കയറുമെന്ന് കണ്ടപ്പോൾ നൈസായിട്ട് സപ്പോർട്ട് മാറ്റിയിട്ട് TVKക്ക് സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ്. പക്ഷെ ഒരു 4 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരാളെങ്കിലും 2 പേരെങ്കിലും വിജയ്ക്ക് മന്ത്രിയാക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. 100% അത് വരും. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗും BJPയും മറ്റേ DMK MDA DMK ഒക്കെയാണ്. അത് രണ്ടും എന്തായാലും പുള്ളിക്കാരൻ എടുക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അവർ രണ്ടും കക്ഷി ചേരണം. അവർ രണ്ട് കക്ഷി ചേർന്ന് കഴിഞ്ഞാൽ വിജയ്ക്ക് പണി കിട്ടും. പക്ഷെ അവർ രണ്ടും കക്ഷി ചേർത്തില്ല. സ്റ്റാലിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു 6 മാസത്തേക്ക് ഈ ഇങ്ങനെ കണ്ടോണ്ടിരിക്കത്തുള്ളൂ, ഈ കളി ഇങ്ങനെ കണ്ടോണ്ടിരിക്കത്തുള്ളൂ, നമ്മളൊന്നും ഇടപെടത്തില്ലെന്ന്. അത് ഭയങ്കര ഒരു ചാണക്യ തന്ത്രമാണ്. ഹി നോസ് ദ ഗെയിം. അയാൾ മിണ്ടാണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനകത്ത് കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ഇനി റീ എലക്ഷൻ വരുമെന്ന് വെച്ചോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇടപെട്ടു കുളവാക്കി അല്ലെങ്കിൽ വിജയെ പണി കൊടുക്കാനായിട്ട് ഇവർ കളിച്ചു എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം വിജയ്ക്ക് കിട്ടിയതിലും കൂടുതൽ സീറ്റ് ബി കിട്ടും. ആ ഒരു സഹതാപ തരംഗം കൂടെ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റാലിന് നന്നായിട്ട് അറിയാം. സോ അതുകൊണ്ട് സ്റ്റാലിൻ നൈസായിട്ട് ഓക്കെ ശരി നിങ്ങൾ കളിക്കും, നിനക്ക് കൊട്ട് തരേണ്ട സമയത്ത് ഞാൻ കൊട്ടാം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ 6 മാസം ഇത് കൊടുത്തു. എന്താ കാര്യം എന്ന് പറയുമോ, ഈ 6 മാസം ടൈമിൽ വിജയ്ക്ക് ഇനിയിപ്പം കോൺഗ്രസിന്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ മുസ്ലിം ലീഗിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ളിടത്തു നിന്നാണെങ്കിലും ഒരു 20 പേരോ മറ്റോ വിജയ്ക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റിസർവ് ബെഞ്ചിൽ ഇട്ടേക്കാണ്. നമ്മുടെ ഫുട്ബോൾ കളിക്കുകയാണെന്നോ അല്ല, റിസർവ് ബെഞ്ചിൽ ഇട്ടേക്കാണ്. എപ്പോൾ വേണമെങ്കിലും എടുക്കാം, എടുക്കാതിരിക്കാം. അപ്പൊ വിജയ്ക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ഇവരെ എടുക്കാന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു 119 സീറ്റ് വിജയ്ക്ക് ആക്കി കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് പലരും മന്ത്രിമാരെ ആകാനുള്ള ഡിമാൻഡുകളൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഇത് കൊടുക്കും. ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ കൃത്യം കണക്കും വെച്ചിട്ട് ഇവർ മന്ത്രിസഭ രൂപീകരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മന്ത്രി എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഉടക്കിട്ടിട്ട് ഒന്ന് രാജിവെച്ചിട്ട് പോയിട്ട് റീ എലക്ഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സമയത്ത് സ്റ്റാലിന് നൈസായിട്ട് കളിക്കാനായിട്ട് വരും. ഇത് പുള്ളിക്കാരൻ നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ, ഞാൻ ഇവിടെ നിന്നോളാം നല്ല സാധനം വെച്ചിട്ട് നിൽക്കുന്നത്. അത് എന്തെന്ന് പറയുന്നത് വിജയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, പൊളിറ്റീഷ്യനായ ആ ഒരു വ്യക്തി, നടന്റെ കാര്യമൊന്നും അല്ല പറഞ്ഞത്. പുള്ളി കളിച്ച കളി, പുള്ളി സിനിമയിൽ അഭിനയിച്ച് ഈ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് വിചാരിക്കുന്ന സമയം തൊട്ട് ഇന്ന് വരെ എടുത്തിരിക്കുന്ന സിനിമകൾ നോക്കിയാൽ തന്നെ രക്ഷകൻ എന്ന് പറഞ്ഞ് കളിയാക്കി വെച്ചുകൊണ്ടിരുന്ന എല്ലാവരും അതൊരു പാറ്റേൺ ആണ്, മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തെടുത്ത പാറ്റേൺ ആണെന്നുള്ള നമുക്കത് റിലേറ്റബിൾ ആണൊക്കെ. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരും എന്ന് എല്ലാവർക്കും അറിയാം. ഈ രക്ഷകൻ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തിട്ട് പുള്ളി കളിക്കുന്ന ഒരേ പാറ്റേൺ ലെവൽ ഓഫ് മൂവി എന്ന് പറയുന്നത് അതേ സാധനം രാഷ്ട്രീയത്തിൽ റിയൽ ലൈഫിലും കൊണ്ടുവരിക എന്നുള്ള ഒരു വിഷൻ പുള്ളി കാണിച്ചു. ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അത് ഒരു ട്വിസ്റ്റ് പോലെ അല്ലെങ്കിൽ അതൊരു സിനിമ പോലെ ആക്കി നൈസായിട്ട് കൊണ്ടുവന്നു. അയാളുടെ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഒരു ഹെയ്റ്റ് ആയിട്ടുള്ള ആ വ്യക്തി പോലും ശരിയാണോ ഇയാൾ പറയുന്നതെന്ന് ചിന്തിച്ചു. സംസാരിക്കാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് വിജയ്. പലപ്പോഴും പല സ്റ്റേജ് ഷോകളിൽ ഓഡിയോ ലോഞ്ചുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെയൊക്കെ ഒരു എക്സ്ട്രീം വെർഷനാണ് ഈ ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ചെയ്ത 1-2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങൾ താഴേക്കിടയിലുള്ളവരാണ്, താഴെ ജാതിക്കുള്ളവരാണെന്നൊക്കെ വിവേചനം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ എന്ത് താഴേക്കിടയിലുള്ള ആൾക്കാരെല്ലാം ജനങ്ങളാണ്, എവ്രിവൺ ഹാസ് എ റൈറ്റ് ടു ലീവ് എന്നുള്ള രീതിയിൽ വിജയ് അവരെയൊക്കെ കൂടുതലായിട്ട് എംബേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കി. അതൊക്കെ ശരിക്കും ഈ ഇലക്ഷനിൽ ഇമ്പാക്ട് ഉണ്ടാക്കി. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, ഫാൻസ് എന്ന് തന്നെ പറയാം,
അവരുടെ വോട്ട് ഫുള്ള് മറിഞ്ഞു. വേറെ പാർട്ടിയിലുള്ളവരൊക്കെ നേരെ വിജയ് അണ്ണൻ എന്നാ ഉയര് ഒരു വോട്ട് അണ്ണനക്ക്, ആ സാധനം ഇട്ടിട്ട് വോട്ട് തട്ടി. അങ്ങനെയാണ് നമ്മുടെ അണ്ണാണി ഇപ്പം ദളപതി വിജയിൽ നിന്നും CM വിജയിലേക്ക് മാറാനുള്ള പടിവാതിക്കൽ വന്ന് നിൽക്കുന്നത്. ഇനി എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇനി വേറെ എന്തെങ്കിലും അവിടെ മാറ്റം വരുമെന്ന് അറിയത്തില്ല. അത്ര രീതിയിലാണ് അവിടെ ഇങ്ങനെ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അടുത്ത ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.